guys, welcome to D Vlogs. ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ ചെറിയ വിഷു, ഞങ്ങളിവിടെ ചെറിയ വിഷു, കുഞ്ഞു വിഷു എന്നൊക്കെ പറയും. അതായത് ഏപ്രിൽ 13 അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു. എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച് അടിച്ചു പൊളിക്കുകയായിരിക്കും അല്ലേ. ഇപ്രാവശ്യം വിഷുവിന് നാട്ടിൽ എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ എൻ്റെ അശ്ശിയും പിന്നെ അവിടുത്തെ ഫാമിലിയൊന്നും ഇല്ലാത്തതിൽ സങ്കടമുണ്ട്. എല്ലാവരും കൂടെ ആയിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഞാൻ വീഡിയോ എടുക്കാനൊക്കെ ലേറ്റായി. ഇന്ന് രാവിലെയൊക്കെ നല്ല തിരക്കായിപ്പോൾ. ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവാണ്. ചെറിയ രീതിയിലുള്ള സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നാണ് ഇവിടുത്തെ വിഷു കേട്ടോ. ചെറിയ വിഷുവാണ് ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നത്. അതായത് എൻ്റെ വീട്ടിൽ. നാളെ വലിയ വിഷുവിന് നമ്മൾ എൻ്റെ മൂത്തമ്മയുടെ വീട്ടിലാണ് കേട്ടോ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകണം. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും കൃഷിയുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. എന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. എന്തൊക്കെ ഐറ്റംസ് ചോദിച്ചാൽ ചെറിയ രീതിയിലൊരു സദ്യയാണ് കേട്ടോ. ചോറ്, സാമ്പാർ, അവിയൽ, പിന്നെ കൂട്ടുകറി, മാമ്പഴ പുളിശ്ശേരി, ഉപ്പേരി, പിന്നെ കൊണ്ടാട്ടമുണ്ട്, പിന്നെ പപ്പടം, പിന്നെ ചിക്കൻ വറുത്തത്, അങ്ങനെയുള്ള ചെറിയൊരു സദ്യ. നമ്മൾ ഫുൾ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇതന്നെ എല്ലാം എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയത്. ഞാനോ ചേച്ചിയൊന്നും വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടില്ല. ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഞാൻ ചെറുതായി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാഗിയൊക്കെ ഒന്ന് തോല് ഒളിച്ചിട്ട് കൊടുത്ത്, അങ്ങനെ അല്ല വേറെ ഒന്നിനും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ല. എന്തൊരു അഭിമാനത്തോടെ പറയുന്നത് അല്ലേ. എന്നാലും അമ്മ ഫുള്ള് സദ്യ ഉണ്ടാക്കി, ഫുള്ളല്ല ഇത്രയും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ സദ്യയൊക്കെ കഴിച്ചു. ബേബിയും അച്ഛനും കൂടെ ആദ്യം തന്നെ കഴിച്ചു കേട്ടോ. വിശന്നിട്ട് അവർ പെട്ടെന്ന് എടുത്ത് കഴിച്ചു. ഞങ്ങൾക്ക് കുറച്ച് പണിയൊക്കെ ആയിട്ട് തിരക്കിലായിപ്പോയി. എന്നാലും കൃഷി ഞങ്ങളെ കൂടെ പപ്പടമൊക്കെ കഴിക്കാൻ ഇരുന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ചോക്ലേറ്റ് എടുത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അത് അബദ്ധവശാൽ കൃഷിൻ്റെ കണ്ണിൽ പെട്ടു. പിന്നെ അത് അവന് കൊടുക്കാതെ വേറെ വഴിയില്ല. അങ്ങനെ ചോക്ലേറ്റ് എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി അവൻ കഴിച്ചതിൻ്റെ കോലാണ് കേട്ടോ ഈ കാണുന്നത്. ചുണ്ടിലും ഫുള്ള് ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് കുറച്ച് കിടക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി എണീറ്റു. അപ്പോഴാണ് അമ്മ ചോദിക്കുന്നത്, നമുക്കിന്ന് ഒന്ന് പേരാമ്പ്ര പോയാലോ. ഇന്നിപ്പോൾ വേറെ ഇനി രാത്രി നമുക്ക് പടക്കമൊക്കെ പൊട്ടിക്കണം, വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് പേരാമ്പ്ര പോയാലോ എന്ന് ചോദിച്ചു. നെയ്യപ്പം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കൃഷിന് കൊടുത്തതായിരുന്നു. ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് വാങ്ങിയതിൻ്റെ നോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഞാനങ്ങ് കൊടുത്തു, ഞാൻ കഴിച്ചില്ല. പിന്നെ ഞാനും ചേച്ചിയും കാപ്പിയാണ് കേട്ടോ കുടിച്ചത്. ഞങ്ങളെല്ലാവരും കാപ്പി കുടിച്ചു. അച്ഛൻ ചായയും കുടിച്ചു. അങ്ങനെ ഒരു ഈവനിങ് കോഫിയൊക്കെ കുടിച്ച് നമ്മളൊന്ന് പേരാമ്പ്ര പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാനും അമ്മയും മാത്രമേ പോകുന്നുള്ളൂ. ചേച്ചി അവൾ വരാൻ റെഡിയായിരുന്നു. ബട്ട് കൃഷിനെയും കൂട്ടി പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അവൻ്റെ പിന്നാലെ ഓടാനേ സമയം ഉണ്ടാവും. അതുകൊണ്ട് ഞാനും അമ്മയും മാത്രമാണ് പോകുന്നത്. എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെറുതെ സമയം പോക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ തിരക്കായൊരു ബഹളമാവും. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന കണ്ടിട്ട് അവിടെ ഒരാൾക്ക് ഭയങ്കര സങ്കടം. അവനും വരണം എന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ചോക്ലേറ്റ് വാങ്ങി വരാം, ഐസ്ക്രീം വാങ്ങി വരാം എന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ആയതാണ്. അപ്പോൾ പേരാമ്പ്ര സ്മാർട്ട് ബസാറിലാണ് പോവാൻ വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ ബസ്സൊക്കെ കുറവായിരിക്കും തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. വെറുതെ സമയം കളയുന്നതിലും നല്ലത് ഓരോന്ന് പെട്ടെന്ന് തീർത്ത് വെച്ചാൽ പിന്നെ നമുക്ക് ലാസ്റ്റ്, അതായത് ഞാൻ തിരിച്ചു പോകുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പോകാനാവുന്ന ഒരു അടുപ്പിച്ചുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വന്ന സമയത്ത് പോകുന്നതിൻ്റെ തലേ ദിവസം വരെ ഞാൻ ഓടിക്കൊണ്ടിരുന്നതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഇവരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കിട്ടുന്ന സമയം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി വാങ്ങിച്ചിട്ട് വെക്കും, കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഇന്ന് ഞാൻ മെയിനായിട്ട് വന്നത് എനിക്ക് വീട്ടിലിടാനുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, എവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കുന്നത്. ഞാൻ അധികവും ഈ 3/4 പാൻറ്റും പിന്നെ ടീഷർട്ടൊക്കെ ഇടുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കുന്നത് സെറ്റായിട്ട് എടുക്കുന്നതാണെന്നാണ്. പക്ഷെ അല്ല കേട്ടോ. ഞാൻ സെപ്പറേറ്റ് ആണ് ആ ഒരു 3/4 പിന്നെ ടീഷർട്ടൊക്കെ സെപ്പറേറ്റ് ആണ് എടുത്തത്. ഞാൻ ടീഷർട്ട് അധികവും സ്മാർട്ട് ബസാറിൽ നിന്നൊക്കെയാണ് എടുക്കാറ്. പിന്നെ ഇവിടുന്ന് ഗ്രാൻഡ് ഹൗസിൽ നിന്നും എടുക്കാറുണ്ട്.
ഗ്രാൻഡ് ഹൗസിന് ലാസ്റ്റ് ടൈം ഞാൻ 3/4 പാൻറ്റൊക്കെ അവിടെ നിന്നായിരുന്നു എടുത്തത്, നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ മാച്ചാക്കി എടുക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും സെറ്റാണെന്ന്, അങ്ങനെ അല്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറേയൊക്കെ നോക്കി. സാധാരണ ഇവിടെ വരുന്ന സമയത്ത് ഡ്രസ്സിൻ്റെ സെക്ഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഫറായിട്ടൊക്കെ കാണുമായിരുന്നു. ഇന്നിപ്പോൾ വന്ന സമയത്ത് ഒന്നുമില്ല കേട്ടോ, ഒന്നിനും ഓഫറോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച്, പിന്നെ ഞാൻ ചുമ്മാ കുറച്ച് ഡ്രസ്സ് ട്രൈ ചെയ്യാൻ വേണ്ടി എനിക്ക് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി, അപ്പോൾ ഒന്ന് ഇട്ട് നോക്കണം തോന്നി. അങ്ങനെ എടുത്തിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു. ഫസ്റ്റ് വൺ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഇഷ്ടമായില്ല. ഈ ഒരു സ്കേർട്ടും ടോപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് സെപ്പറേറ്റ് ആണ്, സ്കേർട്ട് നല്ല രസമുണ്ടായിരുന്നു, ടോപ്പ് ചെറുതാണ്. പിന്നെ ഞാൻ വെറുതെ ഒന്ന് മാച്ചാക്കാൻ വേണ്ടി എടുത്തു എന്നേ ഉള്ളൂ ആ ടോപ്പ്. പക്ഷേ ആ സ്കേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഈ ഒരു ബോഡിക്കോൺ ഡ്രസ്സും ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് വയറ് ചാടിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി. എനിക്ക് ഡ്രസ്സിങ്ങിലൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട്. കാരണം എപ്പോഴും ജീൻസും ടോപ്പും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോക്ക് അല്ലെങ്കിൽ മിഡി ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെയാണ് ഇപ്പോൾ അധികവും ഇടാറ്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്കേർട്ടും ടോപ്പും ഞാൻ കുറേ ആയി ഇടാത്തത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ ഗ്രാൻഡ് ഹൗസിൽ പോയി നോക്കി, അവിടെ നിന്നും കിട്ടിയില്ല. അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി കൊന്ന റോഡ് സൈഡിൽ വിൽക്കുന്ന കണ്ടു. അപ്പോൾ നമുക്ക് കൊന്നയ്ക്ക് ഭയങ്കര ക്ഷാമമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കൊന്നയും വാങ്ങിച്ചു. പിന്നെ ബേക്കറിയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ നേരെ വീട്ടിലെത്തി. അപ്പോഴേക്കും ഇവിടെ രണ്ടുപേരും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. വേറെ ആരും അല്ല, അതാ വരുന്ന എൻ്റെ ചേച്ചിയും കൃഷും. അവർ വിശന്നിരിക്കുകയായിരുന്നു. പിന്നെ ലൈറ്റായിട്ട് എന്തൊക്കെയോ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇത് ബട്ടർ ബണ്ണും പിന്നെ ബിസ്ക്കറ്റ്, മാൽക്കിസിൻ്റെ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് തൽക്കാലം വിശപ്പടക്കി. എനിക്കും ഭയങ്കരമായിട്ട് വിശന്ന് പോയിട്ടോ. നമ്മളൊരു ജസ്റ്റ് ഒരു കോഫിയും കുടിച്ചിട്ടായിരുന്നു ഇവിടുന്ന് പോയത്. അപ്പോൾ നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താ പരിപാടി? വിഷു അല്ലേ, അപ്പം നമുക്ക് പടക്കം പൊട്ടിക്കണ്ടേ. പടക്കം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പടക്കം പൊട്ടിക്കുന്നതിൻ്റെ ഒക്കെ ഇത് അച്ഛൻ്റെ കയ്യിലാണ് കേട്ടോ. ഞാനും ചേച്ചിയൊന്നും ആ ഭാഗത്തേക്ക് പോവാറില്ല. നമ്മളിതുപോലത്തെ കമ്പിത്തിരി, മത്താപ്പൂ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്യാറ്. അങ്ങനെ കുറേ കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. പിന്നെ അച്ഛൻ അവിടെ നിന്ന് മറ്റേ ഓലപ്പടക്കമൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. കൃഷിന് പടക്കം പൊട്ടിക്കട്ടേന്ന് ചോദിച്ചാൽ പൊട്ടിക്കാന്ന് പറയും. പക്ഷേ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കരയൊന്നുമില്ല, അവിടെ ഇരുന്നോളും. ഇഷ്ടമാണ്, കാണാനൊക്കെ ഇഷ്ടമാണ്. പൊട്ടുന്നത് ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഇത് റാട്ടും മത്താപ്പും കൂടി ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതായിരുന്നേ. ബട്ട് സംഭവം ചീറ്റിപ്പോയി എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റിയില്ല. റാട്ടും വന്നില്ല, മത്താപ്പും വന്നില്ല. പിന്നെ ഞങ്ങളൊരു റാട്ടൊക്കെ കത്തിച്ചു. റാട്ട് കറങ്ങുന്നത് നല്ല രസമല്ലേ. പിന്നെ ഇവിടെ ഇവർ രണ്ടുപേരും കൂടി എന്തോ ഒരു പരിപാടിയിലാണ്. ചേച്ചി എന്തോ പൊളിച്ചെടുക്കുന്നൊക്കെ ഉണ്ട്. നിന്നരികെ വന്നു ഞാൻ, കാതിലൊരു മന്ത്രമായി കാകളികൾ മൂളവേ, നാടൻ കന്നി പെണ്ണേ നാണിക്കാതൻ പൊന്നേ, ആരും കേൾക്കാതുള്ളിൽ മാടപ്രാവോ കുഞ്ചി, ആലോലം കിളിമുത്തേവാ ആതിരരാവിലൊരമ്പിളിയ. അങ്ങനെ വിഷു ദിവസം രാവിലെ ഒരു 3:30-4 മണിക്ക് തന്നെ എണീറ്റ് കണിയൊക്കെ കണ്ടു. വിഷുക്കണിയൊക്കെ അടിപൊളിയായിരുന്നു. കണി കണ്ടിട്ട് പിന്നെ ഞങ്ങൾ കിടന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഉറങ്ങിയതൊന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ നടന്ന് നല്ല രസമായിരുന്നു. പിന്നെ നേരെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി അമ്പലത്തിലോട്ട് വന്നു. കടിയങ്ങാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലോട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ഇത് ഞങ്ങളൊരു ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ കാണാൻ തൊട്ടും പ്രതീക്ഷിച്ചില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും ചേച്ചിയും കൂടെ അത് തന്നെയായിരുന്നു പരിപാടി. വിഷുവിന് മാത്രമല്ല, ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ അമ്പലത്തിലേക്ക് വരും ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും അല്ലേ. കല്യാണത്തിനൊക്കെ മുന്നേ ഞങ്ങൾ കുറച്ച് ടീമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു അമ്പലത്തിലോട്ടൊക്കെ വരാറ്. ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിലും അല്ലാതെ ആണെങ്കിലും എപ്പോഴും അങ്ങനെയായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാവരും ഓരോ വഴിക്കായി, കല്യാണമൊക്കെ കഴിഞ്ഞ്. അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് പണ്ടത്തെ ഓരോന്നൊക്കെ ഓർക്കുമ്പോൾ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ പോകുന്നതിന് മുന്നേ അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വന്ന ഉടനെ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറി നമ്മൾ നേരെ മൂത്തമ്മേൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിഷു നമ്മുടെ മൂത്തമ്മേൻ്റെ വീട്ടിലാണ് ആഘോഷിക്കാൻ പോകുന്നത്. പാലേരിയാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ കൃഷിന് ചേച്ചീനെ ഏട്ടനെയൊക്കെ കിട്ടിയത് ഞങ്ങളുടെ ചേച്ചീൻ്റെ മക്കളാണ്, കസിൻ സിസ്റ്ററിൻ്റെ മക്കളാണ്, ഗൗരിയും തേജും. അപ്പോൾ അവരെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. പിന്നെ ചോറ് കഴിക്കുന്നതിലൊക്കെ കുറച്ച് പടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പടക്കം പൊട്ടും എന്നും പറഞ്ഞ്
പേടിപ്പിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതൊരു ഐഡിയ ആക്കി എടുക്കാന്നുള്ള ആലോചനയിലാണ് കേട്ടോ. കാരണം പടക്കം പൊട്ടുന്നത് പേടിച്ചിട്ട് മൂപ്പര് നല്ലോണം ചോറ് കഴിക്കുന്നുണ്ട്. എടുത്ത ചോറൊക്കെ കഴിച്ചു കേട്ടോ. ഇനി അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, മക്കളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇതൊരു നല്ല ഐഡിയ ആണ്. അയ്യോ പേടിച്ചു പോയി. പേടിയുണ്ട്, ബട്ട് പൊട്ടിക്കണ്ടെന്നൊന്നും പറയില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് അവരുടെ കൂടെ കളി തന്നെയാണ് പരിപാടി. പിന്നെ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു. സദ്യയും ഉണ്ടായിരുന്നു, ബിരിയാണിയും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കാണുമ്പോൾ ഏതെടുക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നേ. അങ്ങനെ ഫസ്റ്റ് കുറച്ച് ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് സദ്യ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ, സദ്യയും കഴിച്ചു. അങ്ങനെ രണ്ടും കൂടെ കഴിച്ചപ്പോൾ ഒരു ആശ്വാസം, സന്തോഷം. പിന്നെ പുറത്ത് വന്ന് നോക്കിയപ്പോഴാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ എന്താ ഇതിന് പറയാം, പാമ്പ് ഗുളികയോ അങ്ങനെ എന്തോ പറയുന്നത് കേട്ടോ. അതിങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ പാമ്പ് പോലെ ഇങ്ങനെ ആയി വരുന്നൊരു സംഭവം. അങ്ങനെ വിഷുവൊക്കെ ആഘോഷിച്ചു. പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ചു. വിഷുവിൻ്റെ അന്ന് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ വൈകിട്ട്. നിങ്ങളവിടേക്കൊക്കെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഈ വർഷത്തെ വിഷു ഇങ്ങനെയൊക്കെ അങ്ങ് കടന്നുപോയി. അടിപൊളിയായിരുന്നു. എന്തായാലും ഞാൻ ഹാപ്പിയാണ്. പിന്നെ ആശയമൊന്നുമില്ലാത്തതിൻ്റെ സങ്കടമുണ്ട്, എന്നാലും ഹാപ്പിയായി. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.